ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് തലക്കറിയാണ്. അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു തലക്കറിയാണ് കേട്ടോ. എൻ്റെ അമ്മയും എൻ്റെ അമ്മായിയും എല്ലാവരും ഉണ്ടാക്കുന്ന അടിപൊളി കറിയാണ് കേട്ടോ. നെയ്മീൻ്റെ തലയാണ് നമ്മൾക്ക് ഇന്നുള്ളത് കേട്ടോ. ചൂരയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവും. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് നെയ്മീൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഐറ്റംസാണ് തക്കാളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. 2 സെറ്റ് ഞാൻ ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ചതയ്ക്കാനും ഒരെണ്ണം അല്ലാതെ അരിഞ്ഞിടാനും ഓക്കെ. പിന്നെ കറിവേപ്പില കഴുകി മാറ്റി വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പുളിവെള്ളമുണ്ട്, പൊടികൾ മഞ്ഞൾ, മുളക്, കുരുമുളക്, കാശ്മീരി മുളകുണ്ട്. കാശ്മീരി മുളക് എടുക്കണം കേട്ടോ, നമുക്ക് നല്ല കളറ് കിട്ടും. ഓക്കെ, പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട്. ടൊമാറ്റോ പേസ്റ്റാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം കേട്ടോ. ഓക്കെ, ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു, നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇനി നമുക്കിതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിയ ശേഷം നമ്മൾ ഉലുവ ഇടുക, 1-2 സ്പൂൺ ഉലുവ ഇടുക. അതിനുശേഷം കറിവേപ്പില ഇടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് നമ്മളിടുക. അതൊരു ബ്രൗൺ കളറാകുന്ന വരെ നമ്മളൊന്ന് വഴറ്റുക. ഓക്കെ, ഇല്ലേ പെട്ടെന്ന് അടിയിൽ പിടിക്കും. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അങ്ങനെ നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി ഇട്ട് വഴറ്റാം. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തു. ചെറിയ ഉള്ളി എത്ര ഇട്ടാലും ടേസ്റ്റാണ്, ഒരു പ്രശ്നവുമില്ല. ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. പച്ചമുളകും എല്ലാം ഇടണം കേട്ടോ. പിന്നെ ഉപ്പിടണം. ഉപ്പും ആവശ്യത്തിനിടാം. കുറച്ച് ഉപ്പിട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്കിടാം. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. അടി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പൊടികളിടാം. മഞ്ഞൾ, മുളക്, മല്ലി, കുരുമുളക് എല്ലാം ചേർക്കുക. കാശ്മീരി മുളക് കൊണ്ട് നല്ല കളറിന് വേണ്ടി ഇത് നമുക്കിനി മൂപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ മൂപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. മൂപ്പിച്ചുകൊണ്ടേയിരിക്കുക നന്നായിട്ട്. മൂപ്പിക്കുന്നതിൻ്റെ ഒരു മണമൊക്കെ നമ്മുടെ മൂക്കിലോട്ട് ഇങ്ങനെ വരും. കുരുമുളക് കുറച്ചുകൂടി ഇട്ട് കൊടുത്തോ കേട്ടോ. കുരുമുളക് എത്ര ഇടുന്നു അത്രയും ടേസ്റ്റാണ്. നന്നായിട്ട് മൂപ്പിക്കുക. പിന്നെ നമ്മൾ പുളിവെള്ളം അവിടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇടാം. ടൊമാറ്റോ പേസ്റ്റ് ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിക്കൊണ്ടിരിക്കാം. ഒരു പച്ചമണം കാണും ടൊമാറ്റോയ്ക്ക്, അരച്ച് ചേർക്കുന്നതുകൊണ്ട് ആ മണം പോകുന്ന വരെ ഇങ്ങനെ ചെയ്യുക. അങ്ങനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പുളിവെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം നമ്മളെടുക്കുക. ഓക്കെ, ആദ്യം വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്നിട്ട് ചൂടാക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അപ്പം മൊത്തത്തിലുള്ള ആ ഒരു പച്ചമണം എല്ലാം അങ്ങ് മാറിക്കിട്ടും നമുക്ക്. പുളിവെള്ളം എപ്പോഴും ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത് ഇതിനകത്ത്. അതിന് ശേഷം നമുക്ക് പുളി ഇട്ടാൽ മതി. അപ്പം ഏകദേശം ആ ഒരു പച്ചമണം എല്ലാ സ്മെല്ലും പോയിട്ടുണ്ട്. നല്ല കുറുകിയ ഒരു രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും, ഇല്ലെങ്കിൽ പിന്നെ അടി പിടിച്ച് പോകും. അടി പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകും. അതുകൊണ്ട് അടുത്ത് തന്നെ ഒന്ന് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പുളി ഇടാം. നല്ല നാടൻ പുളിയാണ് കേട്ടോ. ഇത് നമ്മുടെ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ്, നാടൻ പുളിയാണ്, വീട്ടിൽ പിടിച്ച പുളിയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് പുളിവെള്ളം, ബാക്കിയുണ്ടായിരുന്ന പുളിവെള്ളം കൂടെ ഇതിനകത്ത് ഒഴിക്കാം. ഇച്ചിരി പുളി കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആ പുളിവെള്ളവും പുളിയും കൂടി ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. അത് ചെറുതായിട്ട് ചൂടായ ശേഷം നമുക്ക് ചൂടുവെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. ഇനി നമുക്കിത് തിളയ്ക്കാൻ വയ്ക്കാം. കുറച്ചുകൂടെ ഒഴിക്കാൻ വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കാരണം പീസുകൾ ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കുറുക്കിയെടുക്കുന്ന കറിയല്ല,
കുറുകുന്ന ടൈപ്പ് കറിയല്ല. ഓക്കെ, തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീനിടാം അതിനകത്തേക്ക്. നമ്മുടെ മെയിനായിട്ടുള്ള തലകളെല്ലാം നമുക്ക് ഇതിനകത്തിടാം. മീനിൻ്റെ തല നല്ല നെയ്മീൻ്റെ തലയാണ് കേട്ടോ. നെയ്മീൻ്റെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ തലയ്ക്ക്. അതിൻ്റെ കുറച്ച് പീസുകളും കൂടെ ഉണ്ട്, ബാക്കി വന്ന്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കൈ വീഴാതെ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഇതിലേക്കിടാം. നല്ല ചൂടാണ് കേട്ടോ, അതാണ് ഇങ്ങനെ ഇടുന്നത്. തീ കുറച്ച് വെച്ചിട്ടിട്ടോ, പിന്നെ തീ കൂട്ടി വെക്കണം. നന്നായിട്ടിടുക, എല്ലാ മീനുകളും ഇടുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇതിന് ശേഷം. ഇതെല്ലാം പൊങ്ങിക്കിടക്കുക. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് താഴ്ത്തി കൊടുക്കാം. പക്ഷേ ഇട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ഇതെല്ലാം പൊടിഞ്ഞു പോകും. നന്നായിട്ട് മീനുകളെല്ലാം ഇടുക. കുറേ പീസുകളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാ പീസുകളും ഏകദേശം നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കാമെന്ന് പറഞ്ഞത് അതിങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തുവാണ് കേട്ടോ. ഒത്തിരി നമ്മൾ ഇളക്കുന്നൊന്നുമില്ല. ഇളക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്, എന്നുവെച്ചാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമുക്ക് ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ മീനുകളും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില എടുക്കാം. ആ കറിവേപ്പില എടുത്ത് നമുക്ക് ഇതിന് പുറത്ത് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം മാറിയിരിക്കാം. അതൊന്ന് തിളക്കട്ടെ നന്നായിട്ട്. മീൻ വേകുന്ന വരെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അടച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാം. നമ്മുടെ തേങ്ങ അരച്ച് നല്ല അടിപൊളി കപ്പയാണ്. കപ്പ ഇങ്ങനെ ഇടുക പാത്രത്തിലേക്ക്. നമ്മുടെ തലക്കറി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള തല തന്നെ നമുക്ക് ആദ്യം ഈ കപ്പയുടെ കൂടെ അങ്ങ് കഴിക്കാം. ഓക്കെ, വേണ്ട നമ്മുടെ തല വന്നിട്ടുണ്ട്. നമുക്കത് അതിനകത്തോട്ട് വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കും, ഞാൻ ഒരുപാട് വട്ടം ഞങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളിലേക്ക് ഇത് എത്തിക്കണമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.